എല്ലാവർക്കും മാസിഫ് ഗെയിംസിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് പുതിയ നാഷണൽ വന്നിരിക്കുന്നത് ബസ് സിമുലേറ്ററിൻ്റെ നാഷണൽ വന്ന് കൊണ്ടുവന്ന വണ്ടിയുടെ പേരാണ് ഡൊറാഡോ ടാർബോ. സുഹൃത്തുക്കളെ നമ്മളൊന്ന് കൊണ്ടുവന്നിരിക്കുക. ആകാശം ഈ വണ്ടിക്ക് ലൈറ്റ് വെറ്റൊക്കെ ഒന്നുമില്ല. നമ്മളകത്ത് പ്രകാശം തന്നെ സാധാ ഒരു ചുമന്ന ലൈറ്റും കാര്യങ്ങളുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. നല്ല വലിയ പണിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ചെറിയ 2 സ്പീക്കേഴ്സ്, ഒരു സബ് ബൂഫർ മാത്രമേ ഇരിപ്പുള്ളൂ. നമ്മൾ വലിയ പണിയൊന്നും നമ്മുടെ ബസ്സിൽ ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് പോയേക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് ടൂറുണ്ട്. ഇന്നൊരു കുറച്ച് ആൾക്കാരെ കൊണ്ട് ടൂർ പോകണം. അത് നമ്മുടെ വണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. അവർക്ക് അറിയത്തില്ല നമ്മുടെ വണ്ടി ലൈറ്റ് സെറ്റിംഗ് ഒന്നും ഇല്ലെന്ന്. നമ്മളിപ്പോൾ എടുത്തതേ ഉള്ളായിരുന്നു. നമ്മൾ നേരെ പോയി അവരുടെ ഈ വണ്ടിയുടെ അവിടെ ചെന്നിട്ട് ബോഡി അടിച്ചിട്ട് നമ്മൾ നേരെ ഞങ്ങളുടെ സ്റ്റിക്കർ വർക്കിങ് നേരെ ബോഡിയുടെ അവിടെ തന്നെ സ്റ്റിക്കർ വർക്കിങ് ചെയ്ത് തരുമായിരുന്നു. അതുകൊണ്ട് സീനില്ലായിരുന്നു. ഞാൻ ബോഡിയുടെ അവിടെ ചെന്ന് സ്റ്റിക്കർ വർക്കിങ്ങും ചെയ്ത് വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് അവർ പ്രകാശം നല്ലല്ലോ ഈശ്വറിൽ നിന്ന് അവിടുത്തെ ലൈറ്റ് തന്നെ തരുകയും ചെയ്തു. നമ്മുടെ പ്രകാശം നല്ല നമ്മുടെ വണ്ടി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ വണ്ടി എടുത്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈശ്വറിൻ്റെ ഒരു കമ്പനിയായിട്ടാണ് നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നത്. ഒരു കിണ്ണങ്കാച്ചൊരു വണ്ടിയാണ് ZS മോഡൽ BS6. ഒരു കിടിലൻ വണ്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു രസമുണ്ട് ഓടിക്കാൻ. നമുക്ക് പെട്ടെന്ന് പോയേക്കാം. പക്ഷേ നമുക്ക് സമയം ഒട്ടുമില്ല. നമുക്ക് നമ്മുടെ വണ്ടി പെട്ടെന്ന് തന്നെ അവിടെ കൊണ്ടെത്തിക്കണമെന്നാണ് ഇവർ പറഞ്ഞത്. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ എണീച്ചപ്പോഴാണ് ഓർത്തത്. അപ്പോഴത്തേനും പെട്ടെന്ന് വണ്ടി ഒന്ന് കഴുകി. വണ്ടി വലിയ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നിന്ന് വണ്ടിയുടെ നെയിം ബോർഡ് ഇച്ചിരി അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നെയിം ബോർഡൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളതൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ഥലം കുറച്ചും കൂടെ പോകണം. നമ്മുടെ ബസ് കിടലങ്കാച്ചൊരു വണ്ടിയാണ്. അത് ഞാൻ രക്ഷയാണ് മിസ്. ഓക്കെ, നമ്മുടെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടലങ്കാട് സ്റ്റിക്കർ വർക്കിംഗ് ഉള്ളൊരു വണ്ടിയാണ്. ആദ്യമായിട്ടാണ് ഞാൻ തോന്നുന്നു ഞാൻ ഇത്രയും കൂടിയ സ്റ്റിക്കർ വർക്കിംഗ് ഒക്കെ അടിച്ചിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോകുന്നത്. ഇത് ആദ്യമായിട്ടാണ് കൈസ്. ഓട്ടെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂടിയ സ്റ്റിക്കർ വർക്കിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഞാൻ പോകുന്നത്. ഇതുവരെ അടിച്ചിട്ടില്ല. പിള്ളേരെ കയറ്റാം കൈസ്. ഓക്കെ, ഞാൻ സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. നമുക്കിനി പെട്ടെന്ന് തന്നെ പോവാം കൈസ്. ഓക്കെ, നമുക്കിനി കുറച്ച് നേരം കൂടെ ഉണ്ട്. ആ ശരി കൊണ്ട് ശേഷിച്ച് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ പോവാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് വണ്ടി തിരിച്ചെടുക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് ഒട്ടും സമയവും ഇല്ല. നമ്മൾ ആ സമയത്തിനൊപ്പം നമ്മൾ കളിക്കുന്നതും ചെയ്യുന്നത് ഗൈസ്. ഓക്കെ, നമുക്കിപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. മിക്കവാറും നാളെ ഇടാൻ പറ്റത്തില്ല. കാരണം നാളെ ഒരു കല്യാണം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ. ഓക്കെ, നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൊക്കെ അടിച്ച് തകർക്കുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ക ഒരു റിയാലിസ്റ്റിക് ഗെയിമാണ് കേട്ടോ. എനിക്ക് ഈ ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഈ ഒരു ബസ് സിമുലേറ്റർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗെയിമിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഈ ഒരു ഗെയിം, ഈ വണ്ടിയോ അതേപോലെ വേറെ ഏതെങ്കിലും ഫോർച്യൂണറോ കുറച്ച് കാറുകളൊക്കെ പറഞ്ഞാൽ മതി. ഞാനത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അവിടെ കൊണ്ടുപോകുന്നതായിരിക്കും. ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറച്ച് സ്ഥലം കൂടെ നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്യണേ ഗൈസ്. ഓക്കെ, എനിക്ക് എഡിറ്റ് ചെയ്യാൻ നല്ലതായിട്ടൊരു പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ കുറച്ച് ശബ്ദത്തിൻ്റെ കുറച്ച് പ്രോബ്ലം വരിക, ഒന്ന് ക്ഷമിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യുന്നില്ലേ. ഈ വൈപ്പർ ഒന്ന് ഓഫ് ചെയ്തോ കേട്ടോ. ഇപ്പോൾ ഇടിച്ചു ഞാൻ. ഓക്കെ ഗൈസ്, അപ്പം ഈ വീഡിയോ കിട്ടാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് ലൈക്ക് ടാർഗറ്റാണ് ഗൈസ്. അപ്പം നേരെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വണ്ടി ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് സീനാണ്. ഓക്കെ, നമുക്ക് മിക്കവാറും നല്ലൊരു ഓഫ് റോഡിങ് സ്പേസ് ഒക്കെ ആയിരിക്കും. എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ പോയിട്ടുമില്ല. ഗൈസ്, അപ്പം നമുക്ക് ചെറിയൊരു ആഡൊക്കെ വരികയാണ്. ഓക്കെ, ക്ലോസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ആഡൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഗൈസ്, ഞാൻ എന്നും പറയാറുണ്ട് നമ്മുടെ ഈ ഒരു കോഴിയും അതേപോലെ നമ്മുടെ ആ ബസ്സും നമ്മളത് മിസ് ചെയ്യുന്ന ഗൈസ്. ഓക്കെ, നമ്മളതൊക്കെ ഒന്ന് മിസ് ചെയ്യുന്നു. ഓക്കെ, പണ്ടത്തെ ബസ് സിമുലേറ്ററിനകത്ത് നല്ലതായിരുന്നു. ഇപ്പോഴത്തെ നല്ലതൊക്കെ. ഇപ്പോഴേ എനിക്ക് മോഡിൻ്റെ ഒക്കെ ഒരു പിടി കിട്ടിയത്. പണ്ടൊന്നും എനിക്കൊരു പണ്ടൊന്നും ഞാൻ ഇതേപോലെ വിചാരിച്ചിട്ടില്ല നമ്മളിങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നു. പിന്നെ വണ്ടിക്കകത്ത് കുറച്ച് ലൈറ്റൊക്കെ കയറ്റിയിട്ടുണ്ടെന്ന് ഹെൽമെറ്റ് വണ്ടിക്കകത്ത്.
ഇപ്പോൾ നമ്മൾ മറ്റേ വണ്ടി കൊണ്ടുവരുന്നതായിരിക്കും അവന് ഇവിടെ പഴയ വണ്ടിക്കകത്ത് ലിവറി അടിച്ചിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. കയറ്റത്തൊക്കെ നമ്മൾ പറക്കും കേട്ടോ. നമ്മുടെ വണ്ടി കൊണ്ട് നമ്മളങ്ങ് വിട്ടടിക്കും. നമ്മുടെ പിള്ളേരെയും കൊണ്ട് നമ്മുടെ ഇതാണല്ലേ. അവർ പറഞ്ഞു ഗ്ലാസ് തുറക്കേണ്ട AC മതി. അപ്പം ഞാൻ AC മൊത്തം തണുപ്പിച്ചിട്ടാണ് വണ്ടി കൊണ്ടുവന്നത്. പെട്രോൾ ചിലവ് അവർ അടിച്ചിട്ടുണ്ടായിരുന്നു, ഫുൾ ടാങ്കായിരുന്നു. ഞാൻ റിവേഴ്സ് എടുക്കട്ടെ, സ്ഥലം തെറ്റി. മാറാ എന്താടാ ടർബോ ഒന്ന് കണ്ടില്ലടാ, മാറാ അങ്ങോട്ട്. ഓക്കെ, നമുക്കിനി ഈ ഒരു മല കയറി പോകണം അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ വെച്ച് ഇങ്ങനെ ഇവിടെ വരെ നമ്മുടെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നമ്മളിവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേരെ ഇറക്കിയിട്ട് നമുക്കൊന്ന് കറങ്ങാൻ പോവാം കേട്ടോ. പിള്ളേരെ ഇറക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പോവാം. അപ്പം ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എങ്ങനെയൊക്കെയാണ്. കൊബാൻ റോണ്ടോ ഈ രാത്രി ഇവിടെ വന്നിട്ട് എന്തോ മാങ്ങാണ്ട് ചെയ്യാനാ. ഞാൻ അങ്ങോട്ട് പോവാട്ടോ, നിങ്ങൾ അങ്ങോട്ടൊക്കെ പോയിക്കോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് അവരൊക്കെ ഉണ്ട് ആ കാട് കയറി അങ്ങോട്ട് മേപ്പോട്ട് പോയിട്ടുണ്ട്. എനിക്ക് പോകാൻ വയ്യ ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ ചുമ്മാ വണ്ടി എടുത്ത് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് ഞാൻ വിചാരിച്ച്. ഓക്കെ, ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് ഞാൻ വിചാരിച്ചു ഗൈസ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ ലൈറ്റ് ഇടില്ലല്ലോ, പിന്നെ എങ്ങനെ? എനിക്കറിയത്തില്ല, വണ്ടിയെല്ലാം അടിച്ചു പോയെന്ന് തോന്നുന്നു. ലൈറ്റൊന്നും കത്തുന്നില്ല. ലൈറ്റ് അണയൊന്നുമില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് തിരിക്കാം. ഈ വണ്ടിക്ക് എന്തുവാ ഒടിവ് ഇച്ചിരി പാടാം. പിന്നെ ലാഗും ഉണ്ട്, ഉടുക്കത്തെ ലാഗും കൂടെ. അപ്പം നമ്മൾ വണ്ടി എടുത്ത് നേരെ ഇങ്ങോട്ട് പോവാണ്. എന്തോന്ന് പോലും അറിയത്തില്ല, ഫുൾ കാടാണെന്നാണ് പറഞ്ഞത് അവർ. നിങ്ങളിവിടെയൊക്കെ ഇപ്പം സൂക്ഷിക്കണം, ഭയങ്കര കാട് പുലിയൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അവർ കാട് ഹണ്ട് ചെയ്യാൻ പോയേക്കുക. അപ്പോൾ വണ്ടി ഇവിടെ അങ്ങനെ ഒതുക്കാം. നമ്മുടെ വണ്ടിയുടെ ആകാൻ ചുമന്നിരിക്കുന്നത്, അത് കൊള്ളാം അല്ലേ ഗൈസ്? നമ്മുടെ വണ്ടിയുടെ ആകാൻ ചുമന്നിരിക്കുന്നല്ലേ. ഇവിടെ മൊത്തം ഇങ്ങനത്തെ വീടേ ഉള്ളൂ. ഇതുകൊണ്ട് ആ വഴി നമ്മൾ പോയ വഴി തന്നെ അത് ചോദിച്ചു വരുന്നു. ഇത് എവിടുത്തെ മറിവായ? ഈ വണ്ടിയെ കൊണ്ട് പാടാ. കാറെങ്ങാനാണെങ്കിൽ പോവായിരുന്നു. അത് ഈ ബസ് കൊണ്ട് സൈഡ് പറയാനും ആരുമില്ല. നമ്മളിങ്ങോട്ട് തിരിഞ്ഞു വന്നിട്ടായിരുന്നു ആ വഴി അയച്ചത്. നമുക്ക് ഇങ്ങോട്ടൊന്ന് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് റോഡ് വഴി നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഞാൻ ലൈറ്റ് ഇട്ട് സൈഡ് കയറാൻ പറ്റുന്നില്ല. ഇറക്കത്തിൽ നിന്ന് ഓരോ വണ്ടികളും വരുന്നുണ്ടേ, ഓവർടേക്ക് ചെയ്യാൻ പാടാം.
വെളിഞ്ഞെടുത്തോണ്ട് യൂ ടേൺ എടുത്തോണ്ട് വരാം. എന്നിട്ട് നമുക്ക് പോകാം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഭയങ്കര സിറ്റി കാര്യങ്ങളൊക്കെ. ഇവിടെ ഒന്നും യൂ ടേൺ ഇല്ലടേ. നമുക്ക് കറങ്ങി എടുത്തോണ്ട് വരാം യൂ ടേണിന്. ഇതെങ്ങനെയുണ്ട്? അപ്പം നമ്മുടെ വണ്ടി എടുത്തിട്ടൊരു കാര്യം പറയാം ഗൈസ്. അപ്പോൾ ഈ ഒരു ബസ് സിമുലേറ്റർ ഇൻ്റർനാഷണൽ എൻ്റെ കൂടെ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാനൊരു ഓഫർ തരാം ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഞാൻ പറയും, കുറച്ച് ഐഡിയ ഒക്കെ ഞാൻ പറയും. അത് ഞാൻ എന്നാന്ന് ഞങ്ങൾ പറയാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ എന്തായാലും കളിക്കുക. നമുക്ക് പറ്റുന്നൊരു ദിവസം ഞാൻ ഒരു ഷോർട്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ബൈ ബൈ.